അപ്പം നമ്മൾ തിരിക്കുന്നത് അഞ്ചാമത്തെ പാർട്ട്. അതേ അഞ്ചാമത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമ്മൾ സമയം കളഞ്ഞു. ഇത് നമ്മൾ പരിഹരിക്കാൻ ഈ പാട്ടിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ഫുഡിന് ടേസ്റ്റ് എന്ന് പറയാം. ഈ പാട്ടിൽ നമ്മൾ എത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പറയൂ. അതേ കേസ് നമ്മൾ ഈ പാട്ടിൽ ഒരു അയൺ ഫാം ഉണ്ടാക്കുന്നതായിരിക്കും. കേസ് അയൺ ഫാം ഉണ്ടാക്കാനുള്ള സാധനത്തിൻ്റെ ഗ്രേഡിങ്ങിലായിരുന്നു 2 ദിവസം മോനെ ഒന്നും എടുത്തില്ല. പറഞ്ഞ അന്നത്തെ വേണ്ടിയിട്ട് എൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ സാധനമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഈ അയൺ ഫാം ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനൊരു സ്പോട്ടിൽ അവിടെ നമ്മുടെ അവിടെ നമ്മുടെ അപ്പുറത്തൊരു വില്ലേജ് ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. വില്ലേജിൻ്റെ അടുത്തുനിന്ന് മാറ്റിയാണ് കഴിച്ച് ഉണ്ടാക്കാൻ. എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് ഇത് കിട്ടത്തുള്ളൂ, വർക്കാകത്തുള്ളൂ. ഈ കുതിരയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്തിനാണ് നമുക്ക് അയൺഫാമിലോട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് മാക്സിമം നമ്മൾ പറയും എങ്ങനെ നമ്മൾ ഉണ്ടാക്കാന്ന്. അപ്പം ഞാൻ എന്തായാലും ആദ്യം ഈ സാധനമല്ലേ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ സമയത്ത് നമുക്ക് വാങ്ങണം. ഈ നമ്മൾ സാധനമൊക്കെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. ഇനി കുതിരയ്ക്ക് ഡയമണ്ട് ആർമർ കിട്ടുക അപ്പുറത്തെ പിന്നെ സെൻറ്റർ ബ്ലോക്ക് മാറ്റാനായിട്ട് ഇങ്ങോട്ട് ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒരു കുഴി എടുക്കണം, ഇത് കിടക്കും. എന്നിട്ട് നമ്മൾ ആ കുഴിയുടെ 4 വശത്തോട്ട് 3 ബ്ലോക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യണം ഗൈസ്. ഇത്ര കൃത്യമായിട്ടും പറഞ്ഞ കാര്യം ഇതിൻ്റെ ട്യൂട്ടോറിയൽസ് കിട്ടാൻ. പിന്നെ എന്നിട്ട് ഇങ്ങനെ ചവലിട്ടാണ് കുഴിക്കുന്നത്. ശവലം ഉണ്ടാക്കിയത് ശവലുണ്ടാക്കേണ്ടി വരും മിക്കവാറും. എന്താ ഇങ്ങനെ ഒറ്റയൊക്കെ എന്താ ഇങ്ങനെ കുഴിക്കണം ആദ്യം. എന്നിട്ട് ഇത് 2 കണക്ട് ചെയ്തിട്ടേ ഇത് മൊത്തത്തിൽ വരും. ഞാൻ ശവലുണ്ടാക്കും. ശവലില്ലെങ്കിൽ കാര്യമൊന്നും നടക്കത്തില്ല. എന്നിട്ട് വേണ്ട ഗൈസ്, ഇത് നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഇവിടെ ഫുള്ളാണ് കുഴിക്കണം. ഇതേണക്ക് പശുവൊക്കെ മറന്നു. പണിയൊക്കെ എന്ന് തീരുമല്ലോ ഗൈസ്. ഇതിൻ്റെ പണി ഇപ്പം തീർന്നാലും ഇതിനകത്ത് നീ കിട്ടും ഇതില്ല ഗൈസ്. കാരണം വില്ലേജർ നമ്മൾ 30 ബെഡൊക്കെ വേണം ഗൈസ്. കറക്റ്റ് സാധനം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്താണ് വേണ്ടത്. അത് 30 ബെഡ് വേണം. ഇത് ക്രാഫ്റ്റ് ചെയ്യണം. ആ 30 ബെഡ് 30 ബെഡിന് 30 വില്ലേജർ നമുക്കകത്ത് ബ്രീഡ് ചെയ്യിപ്പിക്കണം. ആ 30 വില്ലേജർ വലുതാവണം. ഒരു വില്ലേജർ ഒരു ബേബി വലുതാവാനായിട്ട് 20 മിനിറ്റാണ് സാധാ മൈൻക്രാഫ്റ്റ് നോളജ് പ്രകാരം എടുക്കുന്നത്. പിന്നെ വലുതായിട്ട് എത്ര പേരും വരണം. ഇനി ഇത് ഇത്രയും കഴിഞ്ഞതിന് ശേഷം, അതായത് നടുക്കൊരു ബ്ലോക്ക് എടുത്തിട്ട് 4 വശത്തോട്ട് 3 ബ്ലോക്ക് വീതം നീക്കി കുഴിച്ചിട്ട് ഇത്രയും സ്ക്വയർ ഉണ്ടാക്കി. എന്നിട്ട് നമ്മുടെ ഇത് അടിയിലോട്ട് 5 ബ്ലോക്ക് നമ്മൾ കുഴിക്കണം. 3, 4, 5. ഇനി നമ്മൾ ഇതങ്ങോട്ട് കുഴിച്ച് പോകണം ഗൈസ്. നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ഇത്രയും വലിയ കുഴി നമ്മളുണ്ടാകും. 5 ബ്ലോക്ക് 6 ബ്ലോക്ക് മേളിൽ താഴെ വരെ വീതി 6 × 6 സ്ക്വയർ ബേസ്. ഇനി നമുക്ക് വേണ്ടത് സാധനം മേടിയിരിക്കുക. സാധനം ഇനി നമ്മൾ ചെയ്യുന്നത് ആവശ്യമില്ലാത്ത ബ്ലോക്ക് ഇനി ഇവിടെ നമ്മളിങ്ങനെ 2 ബ്ലോക്ക് വീട് എടുത്ത് നോക്കണം ബേസ്. അവിടെ രാത്രി ഇത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് പാടി നിർത്താൻ ബേസ്. എന്തായാലും നല്ല സമയമുണ്ട്. നിങ്ങൾക്ക് പതുക്കെയൊക്കെ ഇത് കണ്ടാൽ മതി. പിന്നീട് ഒരു രാത്രിയിലേക്ക് ഓക്കെ ഗൈസ്. ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ എന്താ ഗൈസ്, ഇനി നമ്മൾ ബ്ലോക്ക് നേടണം. ഇത് 2 സൈഡിലും ചെയ്യണം. ട്യൂട്ടോറിയൽ പഠിച്ച് കളിച്ചു തീർന്നു. ഇനി നമ്മളാണ്ട് എൻ്റെ മണ്ടയ്ക്ക് ഓരോ ബെഡ് വീതം വെക്കണം ഗൈസ്. ബെഡെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. എല്ലാം അതൊന്നും പറഞ്ഞിട്ടുണ്ട്. പല കളറുകളുണ്ടാവും. പക്ഷേ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്? എന്തോ പറ്റും.
ഇത് വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ പിക്കാക്സ് കിട്ടും. അത് നമ്മളിങ്ങനെ സ്നീക്ക് ചെയ്തിട്ട് ഈ അടിയിലൊക്കെ ഈ 2 ബ്ലോക്ക് ഉണ്ടാവും. ഇപ്പം എല്ലാത്തിൻ്റെ പിക്കാക്സ് കിട്ടും. ബെഡ് പൊട്ടാതെ പൊട്ടിക്കണം. സ്നീക്ക് ചെയ്ത് അതുകൂടെ പൊട്ടിച്ചിട്ട് പൊട്ടാതെ കല്ലെടുക്കണമെന്നില്ല. ഇനി നമുക്ക് അവിടെ ഇതിൻ്റെ അടിയിൽ നമ്മൾ ബെഡ് വെക്കണം. എന്താ ഇങ്ങനെ ഞാൻ ബോൾ എടുക്കാൻ കുറേ കഷ്ടപ്പെട്ടായിരുന്നു. ഒരാളിനെ പുതിയ ശേഖരിച്ച് എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഷെയർ ചെയ്ത് പിന്നെ വില്ലേജിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു പൂർണ്ണ ഇരിക്കുന്നു, അതൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ബെഡൊക്കെ വെച്ചത്. ഒപ്പിച്ചത് മുമ്പ് പല കളറായി പോയി. കുറേയൊക്കെ മഞ്ഞ വന്ന എങ്ങനെ വില്ലേജിനകത്തൊരു സാധനം കിട്ടും ഉദ്ദേശിച്ച് ബെഡ് വെച്ച് ഫുഡ് എടുത്തില്ല. ഫുഡ് എടുത്തില്ല, ബാക്കിയെല്ലാം എടുത്തു. അത് അതെ പൊട്ടി. ഈ മേളിൽ പോണ്ടേ എന്താ എനിക്കറിയാം. എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിക്കും. ഈ ഫുഡ് എടുത്തിട്ട് സെറ്റാകട്ടെ വയസ്സ്. അപ്പോൾ അത് എൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്നു. അതാരും നോക്കുന്നുണ്ട്. ഫുഡ് എടുത്ത് ഒരു പിക്ചേഴ്സ് ഉണ്ട്. താഴ്ത്തു പിടിക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ സമയങ്ങളായിരുന്നു. ഫോട്ടോ ഇട്ട് നമുക്കുണ്ടാകാം. എന്നിട്ട് ഇത് സാധനം പൊട്ടിക്കണം. എന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ബാക്കി വിട്ട് നമുക്ക് വെക്കണം ഗൈസ്. അതെനിക്ക് പറ്റും. എൻ്റെ പെട്ടാ ഗൈസ്. ഓക്കെ, ബാക്കി നമ്മൾ 2 ബെഡ് ഉണ്ട്. 2 ബെഡ് അത് നമ്മൾ ഇവിടെ കണ്ട ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നോക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ലോക്ക് എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്യണം. ആരായിട്ട് നടക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്ന വയസ്സ് ഉണ്ടാക്കി. ഓക്കെ, നമ്മളിതെല്ലാം കവർ ചെയ്യണം. ഇങ്ങനെ കവർ ചെയ്യണം. ചെയ്യുന്ന തെറ്റാതെ നിങ്ങളെല്ലാം ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കായതൊന്നുമില്ല, ചില അവസാനം വർക്കായിട്ടുണ്ട്. എൻ്റെ തെറ്റാണ്. പിന്നെ വീഡിയോ കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്താൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണും. ബ്ലോഗ് വരുന്നു. ഇനി മേലെ പോകണം. ഇത്ര ഈ ബ്ലോക്ക് തന്നെ വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ബ്ലോക്ക് വെക്കാം ഗൈസ്. പിന്നെ എന്തായാലും ആ വില്ലേജറെ ഇവിടെ കൊണ്ടുവരുന്ന പണിയാണ്. അവന്മാരെ സഹിക്കണം. അതാണ് ഏറ്റവും വലിയ പാട്. അതുകൊണ്ട് നമ്പറിലുണ്ടൊക്കെ ക്യാഷൊക്കെ ഒറ്റയ്ക്കാളാ കവർ ചെയ്യണം. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഫാസ്റ്റാക്കിയിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ്. സക്സസ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സൈഡ് കയറ്റി ഉണ്ടേ. ഇപ്പം ഇവിടുന്ന് ഒരു 2 ബ്ലോക്ക് അകത്തോട്ട്, ഇവിടുന്ന് മാത്രമല്ല എല്ലാ സൈഡിലും 2 ബ്ലോക്ക് അകത്തോട്ട് നമ്മൾ കുഴിക്കണം. ചവിലെടുത്തില്ല തന്നെ ഉണ്ട്. ഇവിടുന്ന് എല്ലായിടത്തും ഒരു 2 ബ്ലോക്ക് അകത്തോട്ട് കണ്ടിങ്ങനെ നമ്മൾ കുഴിക്കണം. അത് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിടുന്നതേ ഉള്ളൂ. അതായത് കുഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് ക്ലിയർ ചെയ്തല്ലോ ഗൈസ്. നമ്മളിങ്ങനെ മൊത്തം ക്ലിയർ ചെയ്തല്ലോ. ഇവിടെ ഇരിക്കുന്ന മണ്ണ് മേളത്തെ ഉൾപ്പെടെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഗൈസ് ഇവിടെ പൊട്ടിട്ടുണ്ട് ലാസ്റ്റ് ബ്ലോക്കാണ് ഗൈസ്.
അപ്പോൾ ഇത്രയേ കുഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയാം, നമ്മൾ ഫ്ലെക്സിംഗ് ടേബിൾ വേണം. ഫ്ലെക്സിംഗ് ടേബിൾ ഞാൻ നല്ല 30 ഫ്ലെക്സിംഗ് ടേബിൾ നമ്മൾ എടുക്കണം. എന്നിട്ട് എന്തോ വേണം ഇതിലൂടെ എടുക്കുന്നതില്ല ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഞാൻ ഈ വെക്കുന്ന കണക്ക് തന്നെ ഞാൻ ചില വർക്കായില്ലെങ്കിലും പറയാൻ പറ്റുന്നില്ല ട്യൂട്ടോറിയൽ എങ്ങനെയാണ് അത് വെച്ച്. അല്ല ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇടവിട്ട് ഫ്ലെക്സിംഗ് ടേബിൾ വെക്കണം. ഒരു സൈഡ് 5 വെച്ച് 5 വെച്ച് 5 വെച്ച്. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ അല്ല എവിടെ വെക്കുമ്പോൾ കണ്ട തിരിഞ്ഞു വരുന്നുണ്ടാവും. ഇതാണ് ഫ്ലെക്സിംഗ് ടേബിളിൻ്റെ മാറ്റി. ഒരു സൈഡ് നമ്മൾ ഒരു രീതി വെച്ച് അടുത്ത സൈഡ് അടുത്ത രീതി. ഇനി പറയുന്ന ആയില്ല എന്താ വീട് പറയുന്ന സ്വാഭാവികം കണ്ടായിരില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ആരുടെ ഇത്രയും അയൻ ഫാം ഇത്ര നല്ല വൃത്തിക്ക് എങ്ങനെ ഉണ്ടാക്കാൻ ഡിപ്പെൻഡ് ചെയ്തില്ല. ഡോസ് ഞാൻ ചെയ്ത് തരും. ഓക്കെ, ഇവിടെ മൊത്തത്തിൽ 20 വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ അല്ല കേട്ടോ, സ്ഥലം മാറിപ്പോയില്ല, ടേബിൾ മാറിപ്പോയി. അത് ഈ മൂല ഉണ്ടോ, ഈ മൂല ഇങ്ങനെ പിടിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പുള്ളി വരും. ഇവിടെ തിരിച്ച് കയറണമെങ്കിൽ അടുത്ത ആയാലും പിടിക്കണം. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഈ മൂലയ്ക്ക് വെക്കണം. അപ്പം നൈറ്റ് ആവും. അപ്പം നമ്മൾ എന്താ വേണം, ഇവിടെടുത്തിട്ട് ഇവിടെ റീസ്പോൺസ് സെറ്റിലേക്ക് തുടങ്ങണം. തുടങ്ങാൻ പറ്റുമോ? തുടങ്ങാൻ പറ്റുമോ? നൈറ്റ് ആവുന്നില്ല. അപ്പോഴത്തേക്ക് നമുക്ക് 2 ഈ കല്ല് പൊട്ടിക്കുക, ഈ മൂലയ്ക്ക് പറഞ്ഞു പറ്റുക. അടുത്തടുത്തുനിന്ന് ഈ മൂലയ്ക്കത്തെ കല്ല് പൊട്ടിക്കുക, ഇവിടെ പറഞ്ഞു പറ്റുക. ഈ മൂലയ്ക്കത്തെ കല്ല് പൊട്ടിക്കുക, ഇവിടെ പറഞ്ഞു പറ്റുക. എന്നിട്ട് നമ്മൾ നേരെ വരുമെന്ന് പറഞ്ഞു. എനിക്കൊരു ട്യൂട്ടോറിയൽ ഉണ്ടാക്കി. അപ്പം അവർ ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത് വെച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും അങ്ങനെ നോക്കി, ഇനിയിപ്പോൾ തെറ്റിക്കണ്ടല്ലോ. അടുത്ത ഇമ്പോർട്ടൻറ്റ് അടുത്ത ഈ ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ ബ്ലോക്ക് ഉണ്ട്, ഈ ബ്ലോക്ക് വരുന്നത്. എന്നിട്ട് അത് ഇപ്പുറത്തതിനകത്ത് ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ചെയ്യും. നമുക്ക് ബാക്കി ഇടുന്ന 2 ഉണ്ടല്ലേ, അത് ഈ മുറിക്ക് ഇവിടെ കിട്ടുമ്പോൾ ഇവിടെ. അപ്പോൾ നിങ്ങൾ ഇപ്പം ആദ്യം വെച്ചാൽ പക്ഷെ അങ്ങനെയല്ല കേസ്, ഇങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ കേസ് അപ്പോൾ നമ്മൾ ഫ്ലെക്സിംഗ് ടേബിൾ ഇട്ട് കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പണി, നമ്മളിലെ പൊട്ടന്മാരെ ഇവിടെ കൊണ്ടുവരണം. അതിന് ഇനി എത്ര നേരം എടുക്കും ചെയ്തിരിക്കുന്നു. പിന്നെ അതിന് മുമ്പ് വേറൊരു സാധനം കൂടെ ചെയ്യാം കേസ്. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് പിക്ക് ചെയ്തിട്ടേ നമ്മൾ നേരെ 8 ബ്ലോക്ക് നേരെ കുഴിക്കണം കേസ്. 1 2 3 4 5 6 7 8 കേസ്. എന്നിട്ട് നമുക്ക് ഒരു പണിയുണ്ട് ഞാൻ വെച്ചാൽ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന അകത്താണ് കേസ്. നമുക്ക് വെളിയിൽ നിന്നല്ല നമ്മൾ ഈ അയൺ കളക്ട് ചെയ്യുന്നത്, നമ്മൾ അകത്തുനിന്ന് അയൺ കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് സ്ലാബും നമുക്ക് പിന്നെ ഒരു ട്രാപ്പ് ഡോർ ഉണ്ട്. അതിന് വേണ്ടി ട്രാപ്പ് ഡോർ ഞങ്ങൾക്ക് ഉണ്ടാക്കി. നമുക്ക് എന്തായാലും സ്ലാബ് നമുക്ക് ഇപ്പം ഞാൻ ഇവിടെ പൊട്ടിച്ച് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ആയി ഇതൊന്നും അടയ്ക്കാനായിട്ടാണ് സ്ലാബ്, വേറെ ഒന്നുമില്ല. ഇവിടെ അടച്ചിട്ട് ഒരു ട്രാപ്പ് ഡോർ തിരിച്ചു കയറുന്നതിനെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ലാഡർ വേണ്ടി വരും കേസ്. തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് സെറ്റാക്കാം. ഫുഡ് അതിൻ്റെ ഇടയ്ക്ക് മഴയും തുടങ്ങി. അതുകൊണ്ട് അവന്മാരെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോഴേ എനിക്കറിയാം നമുക്ക് അവന്മാരെ ഇവിടെ എത്തിക്കാൻ കേസ്. അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തെ വിജയം ഉണ്ടെങ്കിൽ അവിടെ ഞാൻ 2 എടുത്തുകൊണ്ട് നോക്കാം. വേണ്ട കേസ്, ഇങ്ങനെ 2 വില്ലേജർ ഇവിടെ കൊണ്ടിട്ടേ നമുക്ക് വേണം ട്രേഡ് ചെയ്യണം. ട്രേഡ് ചെയ്യാനായിട്ടൊരു വഴി എന്ന് പറഞ്ഞാൽ ട്രേഡ് അല്ലല്ലേ, ബ്രീഡ് ചെയ്യണം. ബ്രീഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഫുഡ് എടുക്കും. ഇപ്പോൾ രാത്രിയാവുമെന്ന് പറയാൻ പറ്റും. 2 വില്ലേജറെ ഞാനിപ്പോൾ തൽക്കാലം കൊണ്ടുവന്നുള്ളൂ. എനിക്ക് മിക്കവാറും അപ്പുറത്തുനിന്ന് വേറെമാരെ കൊണ്ടുവരേണ്ടി വരും. കാരണം നമ്മൾ ഇച്ചിരി സീനാവുന്നേ വില്ലേജർമാരെ അറിയാലോ നമുക്ക്. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കയ്യിലോട്ട് വെച്ചിട്ട് നോക്കട്ടെ നേരെ ബ്രീഡ് ചെയ്യാൻ പറ്റും. നോക്കട്ടെ ഗൈസ്. എടുത്ത്
അയ്യോ അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു സ്ലാബ് വെച്ച് നടക്കണം. ദൈവമേ ഇപ്പൊ എല്ലാം അന്നോടെ പോയെന്ന് ഇറങ്ങി. നമുക്കതൊരു ഫെൻസ് കയറ്റി വേണം. തൽക്കാലം എനിക്കിവിടെ വെച്ചാൽ അമ്മമാർക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ കൊണ്ടുപോകാൻ വെച്ചോളാം. അമ്മമാര് ബ്രീഡാവുന്ന സമയം പോയി നോക്കി ബ്രീഡാവും. അങ്ങോട്ടിട്ട് നിൽക്കുന്ന സാധനം ഉണ്ടോ? അല്ല എല്ലാം ഈ പൊട്ടം തന്നെ നമുക്ക് എടുത്ത് ഇവിടെ വാ കിടക്കുന്നതാ. ഇവിടെ ഇവരൊന്നും എടുക്കില്ലെന്ന് തോന്നണ. എന്തെങ്കിലുമൊക്കെ നടക്കും. ഒന്നെങ്കിൽ ഒന്നായി ബ്രീഡാവും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ അപ്പുറത്ത് നാളെ പോകുമ്പോൾ എന്തെങ്കിലും എന്തായാലും നടക്കും. എൻ്റെ കയ്യിലൊന്നും ഇല്ലെന്ന്. ഈ പൊട്ടൻ്റെ കയ്യിലൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഈ പൊട്ട അതിൻ്റെ കയറിയിരിക്കുന്നു. ഇങ്ങോട്ട് മാറിയില്ലേ? എൻ്റെ ക്യാരക്ടർ സാധനം കയറി നിൽക്കുന്നു. ഇവന് ഇങ്ങോട്ട് ഇടുന്നുണ്ട്. ഇവൻ തിരിച്ചിടാവൊന്നുമില്ല. അപ്പൊ ഇവന് ഞാൻ കൊടുക്കണമല്ലോ. ഇവന് അങ്ങോട്ട് കൊടുക്കാനായിട്ട് അവനങ്ങോട്ട് ഓടിപ്പോയി. അവന് അത് ആ പൊട്ടൻ എടുത്തു. രാത്രിയായി. നീ ഇവിടെ നിന്ന് ശരിയാത്തില്ല. എൻ്റെ ഫുഡൊക്കെ തീർന്നു. എൻ്റെ ബെട്ടൻ തീ. എടാ ഇവനെ ബ്രീഡ് ചെയ്യുന്ന ഭയങ്കര പാടാ. ഞാൻ നോക്കട്ടെ. ബ്രീഡാവുന്നു തോന്നുന്നു. രണ്ടുപേർക്ക് പാർട്ടിക്കുലർ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ബ്രീഡാണ്. ഒരുത്തനെ കിട്ടി. ഇനി പൊട്ടം വലുതാവുന്നവരെ ഇവിടെ ഇവിടെ മൊത്തത്തിൽ 30 പേരെ ബ്രീഡാവത്തുള്ളൂ. അവനകത്തുള്ളിൽ ഇറങ്ങിപ്പോയി ഇവിടെ നോക്കാം. 30 പേരെ ഇതിനകത്ത് ബ്രീഡാവത്തുള്ളൂ. അതങ്ങനെ അടി 30 ബെഡേ വെച്ചേക്കൊണ്ട് 30 പേരെ ബ്രീഡാവത്തുള്ളൂ. 30 പേർക്ക് ജോലി എടുക്കാൻ പറ്റത്തുള്ളൂ. 30 കൂടുതൽ ബ്രീഡായ അമ്മമാര് ജോലി എടുക്കില്ല. അപ്പൊ നമുക്ക് നോക്കണം കഴിച്ച് എത്ര പേര് ബ്രീഡാവുന്നുണ്ടോ. എന്തായാലും ഞാൻ നോക്കട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞ 2 പേരെയൊക്കെ കൊണ്ടിട്ട് 11 പേരായിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം. ഇവന്മാർ അവിടെ നിന്ന് ബ്രീഡാവട്ടെ. അപ്പം നമുക്കിനി ബാക്കിയുള്ള പരിപാടിയില്ലേ. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഇപ്പോൾ കാര്യം ഇതിനകത്ത് ഇവിടെ ടോർച്ച് വെക്കാൻ മറക്കരുത്. ടോർച്ച് വെക്കാൻ മറന്ന ഏറ്റവും വലിയ പണിയാണ്. കാരണം ഇതിനകത്ത് ടോർച്ച് വെച്ച് കഴിഞ്ഞാൽ അത് സോംബി സ്പോണാണ്. അവസാനം അവൻ വന്ന് ഇവന്മാരെല്ലാം അടിക്കും. നമ്മളപ്പോൾ കുറച്ച് ടോർച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് സ്പാം ചെയ്ത് ഇങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് അത് പൂച്ച സ്പോണായി. അപ്പൊ എന്തായാലും ഇവര് വില്ലേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പൂച്ച സ്പോണാവുന്ന അങ്ങനെ ഉള്ളിടത്താണ്, വില്ലേജ് ഉള്ളിടത്തൊക്കെയാണ് പൂച്ച സ്പോണാവുന്നത്. പിന്നെ അതവിടെ നടക്കട്ടെ. എന്തായാലും ഇവിടെ മേലോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ റൂഫ് കവർ ചെയ്യുന്ന ഇതിന്റെ നോക്കട്ടെ. അവന്മാര് വലുതായി ആരെങ്കിലും വലുതാവുന്നത് നോക്കാം. അതായത് ഇതിന്റെ മണ്ടയ്ക്ക് നമുക്ക് റൂഫ് ഇടണം. നമ്മൾ അകത്ത് ടോർച്ച് വെച്ച് ഇട്ടായ പിന്നെ സോംബി സ്പോണായ പിന്നെ ഉമ്മയുടെ തല്ലില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ടോർച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മണ്ടയ്ക്ക് റൂഫ് കെട്ടാൻ കഴിച്ചു. ഇതിന്റെ മണ്ട ഫുള്ള് കവർ ചെയ്ത് നമുക്ക് റൂഫ് കെട്ടാം. അപ്പൊ ഞാൻ റൂഫ് കെട്ടിട്ട് കാണിക്കാം. സമയം കേട്ടാം. ഓക്കെ, അപ്പം അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഇനി ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്ന സാധനം സെറ്റ് ചെയ്യണം. നമുക്ക് പ്രോപ്പർ ഒരു ചെസ്റ്റ് വേണം. നമ്മൾ തൽക്കാലത്തേക്ക് കിട്ടും. നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണോ എക്സ്റ്റെൻഡ് നമുക്ക് അതിന്റെ സെന്റർ ബ്ലോക്ക് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങിയിട്ട് ഇതായിരുന്നു. ഓക്കെ, ഇതിൻ്റെ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ ചെസ്റ്റ് തുടങ്ങും. ഇതാണ് വേണ്ടത്. ഇങ്ങനെ ചെസ്റ്റ് വെച്ചിട്ട് നമ്മൾ പറയാം. സെൻട്രൽ ബ്ലോക്ക് നമ്മൾ ജസ്റ്റ് സെൻട്രൽ ഇനി നമുക്ക് തിരിച്ച് വെളിയാണ്. അടച്ചു വെച്ചിട്ടില്ല. നേരത്തെ നമുക്ക് രാത്രിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഹോപ്പർ എടുത്തിട്ട് ഇത് കണക്ട് ചെയ്ത് ഇതിനകത്ത് നോക്കാം. അടുത്ത നമുക്ക് ചെയ്യുന്നത് വെള്ളം വരാനുള്ള സാധനം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് മുമ്പ് നമുക്ക് അതായത് നമ്മൾ സെൻറ്ററിൽ നമ്മൾ 8 ബ്ലോക്ക് മാറ്റിയിട്ട് ഒരു സ്ലാബ് നമ്മൾ കണക്ട് ചെയ്യണം. സ്ലാബ് കൊണ്ടുവന്നത് കാരണം ഇവിടെ നമുക്ക് ഇതാവായിരിക്കും. മറ്റേ സ്പോൺ ബ്ലോക്ക് ചെയ്യുന്നത് നിന്ന് ബ്ലോക്ക് കൊണ്ട് അതായത് നമ്മൾ ഒന്നും ചെയ്തില്ല. നമ്മൾ സെൻട്രൽ ബ്ലോക്കിൽ നിന്ന് 8 ബ്ലോക്ക് വിട്ടിട്ട് 9ാമത്തെ ബ്ലോക്കിൽ സ്ലാബ് വെക്കും. കഴിച്ച് സ്ലാബ് വെക്ക് 4 വെച്ചിട്ട് നമ്മളത് കണക്ട് ചെയ്യും. കാരണം നമുക്ക് സ്പോൺ ബ്ലോക്ക് ചെയ്യണമല്ലോ. അതിനായിട്ടാണ് നമ്മൾ സ്ലാബ് വെക്കുന്നത്. ബ്ലോക്ക് ആയിരിക്കും.
നമുക്ക് ഇത് ഫുള്ള് കണക്ട് ചെയ്തിട്ടാണ് ഗൈസ്. അടുത്ത ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിനകത്ത് വെള്ളം ഒഴിക്കുന്ന പണിയാണ് ഗൈസ്. വെള്ളം ഒഴിക്കുന്ന നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ഒരു ബ്ലോക്ക് വെക്കാം ഗൈസ്. നമുക്ക് തൽക്കാലത്ത് നമ്മൾ ബെൽറ്റ് തന്നെ വെക്കാം. കാരണം ലാഗാവാൻ തുടങ്ങി ചെറുതായിട്ട്. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇത് തന്നെ കണക്ട് ചെയ്യുക. ഈ സ്ലാബിൻ്റെ മണ്ടയ്ക്ക് അവിടെ കണക്ട് കഴിഞ്ഞ് ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇത് നമുക്ക് 4 സൈഡിലും ചെയ്യണം ഗൈസ്. കാരണം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിനെ കറക്റ്റ് ആ ഗോളത്തെ നമുക്ക് സെൻട്രൽ ബ്ലോക്കിൽ കൊണ്ട് നിർത്തണം. അതിനായിട്ട് നമുക്ക് 4 സൈഡിലും ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് മാറ്റാൻ ഗൈസ്. അത് മാത്രം ചെയ്താൽ പോലെ ഗൈസ്. വേറെ പരിപാടിയുണ്ട്. അത് നമുക്ക് ഈ നമ്മുടെ പൂച്ച സ്പോണാകത്തില്ല ഗൈസ്. അത് നമ്മുടെ മറ്റേ ഇത് അയൺ റോളം സ്പോണാകിലേക്ക് കുറയ്ക്കും, വെയിറ്റ് കുറയ്ക്കുമെന്നാണ് സാധാരണ പറയുന്നത്. അപ്പോൾ അതിനെ കൊല്ലാനായിട്ട് കൂടെ നമുക്ക് പരിപാടി സെറ്റ് ചെയ്യണം. അടുത്ത നമുക്ക് വേണ്ടുന്നത് ഒരു സാധനമുണ്ട്. അത് ഉണ്ടാക്കാൻ മതി. അത് ഉണ്ടാക്കിയെടുക്കാൻ വരും. അതായത് ഒരു ക്യാമ്പ് ഫയർ ആണ്. ഈ പൂച്ചയെ കൊല്ലാനായിട്ട് ക്യാമ്പ് ഫയർ വേണം സാധനം ഉണ്ടാക്കാൻ. ക്യാമ്പ് ഫയർ ആയിരുന്നു ക്യാമ്പ് ഫയർ. അത് ഈ ക്യാമ്പ് ഫയർ നമ്മൾ ഈ ഓപ്പൺ ഉണ്ടാക്കി നമുക്ക് ഇതിൻ്റെ മുണ്ടയ്ക്ക് നമ്മൾ സൈൻ ബോർഡ് ഇങ്ങനെ ബാക്കി ഇതിൻ്റെ മണ്ടയ്ക്ക് വരുന്നുണ്ട് സിമ്പൽ. എന്നിട്ട് സൈൻ ബോർഡല്ല സാധനമൊക്കെ മാറിപ്പോയി. അമ്മേ പേടിച്ചു പോയി. ഞാൻ പേപ്പർ വന്ന് കുട്ടിയത് എന്താണ്ട് ഇതിന് ചുറ്റും നമ്മൾ നമുക്ക് സൈൻ ബോർഡ് വെക്കണം. നമുക്ക് അവിടെ വെക്കണം. ടാസ്ക്കാണ്. ഇവിടെ ഒന്ന് വെക്കണം. എല്ലാവരും അങ്ങനല്ലേ എൻ്റെ ഒരു സ്കില്ല് കണ്ടോ ചെയ്യാൻ ഇവിടെ കൊടുക്കാൻ അറിയിട്ടില്ല. ആ സ്കില്ല് വർക്കായി മീൻസ് ഇവിടെ പറഞ്ഞു നമുക്ക് ഒരു ബ്ലോക്ക് കൂടെ മുന്നോട്ടാക്കിയിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു സൈൻ ബോർഡ് കൊടുക്കണം. നമ്മളിപ്പോൾ വെച്ച മണ്ടയ്ക്ക് ഒരു സൈൻ ബോർഡ് കൊടുക്കും. എന്നിട്ട് ഇത് ഡിസ്റ്റൻസ് അവ സൈൻ ബോർഡല്ല, ആവശ്യമില്ലാത്ത സാധനം ആവശ്യമില്ലാത്ത ഒന്നുകൂടെ മേലോട്ടാക്കിയിട്ട് ഇവിടെ ഒരു സൈൻ ബോർഡ് കൊടുക്കും. പക്ഷേ ഏതാ നമ്മൾ വെച്ചതിൻ്റെ മണ്ടയ്ക്ക് ഒരു സൈൻ ബോർഡ് കൂടെ നമ്മൾ ഇങ്ങനെ നോക്കണം. ടാസ്ക്കാണ് ഗൈസ്. നമ്മൾ ലാവ ഈ വെള്ളം വെച്ചിട്ട് ഇത് അപ്പോൾ ശരിക്കും ഇത് വെള്ളം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളിത് വെള്ളം വെച്ചിട്ട് ചെയ്യുമ്പോഴേ എങ്ങാനും ലാവ ഒഴുകുമ്പോൾ എന്തെങ്കിലും കാര്യം നമ്മൾ മൊത്തത്തിൽ പണിയും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നേരത്തെ അങ്ങ് ചെയ്യുന്നത്. കൊടുത്ത ബ്ലോക്കെല്ലാം അവത്തവശാൽ പോലും ഈ ഇരിക്കുന്ന താഴെ ഈ സാധനം ഉണ്ടല്ലോ ഇത് പൊട്ടിച്ച് കളയായിരിക്കും. പൊട്ടിച്ചിട്ട് നമുക്ക് ലാവ ഒഴിക്കാനുള്ള പണി നമ്മൾ ലാവ ഒഴിക്കണം എന്തായാലും വേണ്ടി. കാരണം ലാവ നടുക്കി ഇരുതിലേക്ക് ഇപ്പം എല്ലാം കത്തിപ്പോവും. ലാവ എടുക്കുക, മാറി എനിക്ക് കളിക്കണം. കറക്റ്റ് അതിൻ്റെ സൈഡ് ബ്ലോക്ക് ഇവിടെ കൊണ്ടുപോകും. ഓക്കെ അത്രേ ഉള്ളൂ. നമ്മളെ തൽക്കാലത്തേക്കുള്ള പണി കഴിഞ്ഞു. ഏതാ നമ്മുടെ ഫാമിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇവിടെ വെള്ളം ഒഴിക്കണം. വെള്ളമോടെ ഒഴിച്ചാൽ മാത്രം മതി ഗൈസ്. അത് കഴിയുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം സെറ്റാകും. അപ്പം ഞാൻ വെള്ളമോടെ സെറ്റായിരിക്കും ഗൈസ്. വെള്ളം ഒഴിക്കണമെന്ന് ഗൈസ് ഇച്ചിരിയോട്ട് മാറി നിന്നിട്ട് ഇവിടെ അപ്പം ഒഴിക്കണം. നമ്മളതിനകത്ത് ഒഴുകി പോകും. പക്ഷെ ഒഴുകി പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇവിടെ തന്നെ വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ എല്ലാം 4 മൂലയ്ക്കും കൂടെ ഒഴിച്ചിട്ട് വരാൻ പറ്റും. ഈ 4 മൂലയ്ക്ക് ഒഴിച്ചിട്ട് ചെയ്യേണ്ടുന്ന പണി എന്ന് പറഞ്ഞാൽ ബാക്കി സ്ലാബ് ഇരിക്കുന്നത് കൂടെ ഫിറ്റ് ചെയ്യണം ഗൈസ്. എന്നാലേ നമുക്കിത് കറക്റ്റ് സെൻറ്ററിലോട്ട് എത്തത്തുള്ളൂ. അപ്പോൾ സൈഡിലൂടെ ഇവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിനകത്തൂടെ ഒഴുകി ഇല്ലെങ്കിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് ഇവിടെ നല്ല വീണ്ടും തെറ്റിപ്പോയി നടുക്കുന്ന വെള്ളം എടുക്കുന്നുണ്ട്. ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കും ഗൈസ്. ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അവിടെ അല്ല തെന്നിപ്പോന്ന് അവിടെ അല്ല ഈ ബ്ലോക്കിന്
എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഓരോ ബ്ലോക്കിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം ഗൈസ്. ഞാൻ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരും ഗൈസ്. എന്നോട് വെള്ളം ഒഴിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആൻഡ് ഇവിടെ സ്പോണാ ഗൈസ്. പാർട്ട് ആൻഡ് ഐഡിയ സർജറി ഗൈസ്. നമ്മുടെ വർക്കിംഗ് ആണ് ഗൈസ്, വർക്കിംഗ് ആണ് 100%. എൻകാഡോക്സ് സർട്ടിഫൈഡ്. അത്രേ ഉള്ളൂ. ഏതാ ഞാൻ ഇവിടെ ബാക്കി വെള്ളം ഫില്ല് ചെയ്തു ഗൈസ്. ഞാൻ ഫില്ല് ചെയ്തുകൊണ്ട് പെട്ടെന്ന് സ്പോൺ ആയതാ. രണ്ടാമത്തെ സ്പോൺ ആയതോ ശരി കത്തുന്നു ഗൈസ്. ഏതാ ഇത് നീ താഴെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. നോക്കാം നമുക്ക്. കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞ വഴി നോക്കണം ഗൈസ്. എന്തെങ്കിലുമൊക്കെ നടക്കൂടെ. ഈ പൂച്ച ടൈം ചെയ്ത് വെച്ചാലും മതി. പൂച്ച ടൈം ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നീട് പൂച്ചയുടെ സ്പോൺ കുറയും. നമുക്ക് എന്തായാലും ബാക്കി വെള്ളം സ്കില്ല് വൈസ് ഇതാണ്ട എൻകോളം വന്നിന് കത്തുന്നു വൈസ്. ഏത് അതുകൊണ്ട് കൈസ് നമ്മൾ അതിൻ്റെ അപ്പുറത്തൊരു അയൻകോളം സ്പോൺ ആയി. അത് ഇച്ചിരി പ്രശ്നമായിരിക്കും. നമുക്ക് എന്തായാലും അടുത്ത സ്പോൺ വന്നതിന് താക്കണം. അപ്പോൾ ഇച്ചിരി നമ്മൾ സ്പോൺ പ്രൂഫ് ചെയ്യേണ്ടി വരും കൈസ്. അതുകൊണ്ട് ഇവിടെ അയൻകോളം സ്പോണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. നമുക്ക് നോക്കട്ടെ. അതുകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഗൈസ്. ഇത് ഇനിയും നമുക്ക് സ്പോൺ പ്രൂഫ് ആക്കാം. നമുക്ക് മറ്റേ ഷവലെടുത്തിട്ട് ഇവിടെ മറ്റേ പാത്താക്കി കൊടുത്താൽ മതി. സ്പോണാവുന്നുണ്ട് ഗൈസ്. ഇനി പൂച്ച വിളിച്ച് ശല്യമാണ്. അതേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. നമുക്ക് നോക്കാം. ഏതായാലും താഴെ സ്പോണാവുന്നുണ്ടോ അവിടെ നമുക്ക് നമ്മുടെ അയനവിടെ അടുത്ത് കിടപ്പുണ്ട്. അത് നമുക്ക് എങ്ങനെയെങ്കിലും പരിഹരിക്കേണ്ടി വരും. ഹോപ്പർ മിക്കവാറും കണക്ട് ചെയ്യേണ്ടി വരും. ഇവിടുത്തെ വെള്ളം നമുക്ക് നോക്കാം. ഞാൻ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യേണ്ടി വരും ഗൈസ്. കാരണം അവിടെ നമ്മുടെ അയൺ നമുക്ക് താഴെ കിടക്കുന്നുണ്ട്. എന്തായാലും വർക്കിംഗ് ആണ് ഗൈസ് പ്രോപ്പറായിട്ട്. ഇനി നമുക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് അത് നമുക്കൊന്ന് ശരിയാക്കിയാൽ മതി. അതിനകത്ത് എനിക്ക് ഗ്രീൻ കോട്ട് ഉണ്ട് ഗൈസ്. പിന്നെ പ്രത്യേകിച്ച് നോക്കണം അകത്ത് ഈ ഗ്രീൻ കോട്ടിന് വേണമെന്ന് സമ്മതിക്കും ഗൈസ്. ഒരു ഗ്രീൻ കോട്ടൊക്കെ ഉള്ളൂ. ഓക്കെ, ഈ ഗ്രീൻ കോട്ട് സ്പോണെങ്കിൽ പ്രശ്നമാണ് ഗൈസ് കേട്ടാ. പിന്നെ അയൺമെൻറ്റും വന്നു ഗൈസ്. 9 അയൺ വന്ന് എൻ്റെ കയ്യിൽ 13 അയൺ 22 ഗൈസ്. അതെ, സ്പാം വർക്കിംഗ് ആണ്. പിന്നെ ഹോപ്പറിന്റെ കണക്ഷന്റെ പ്രശ്നമുണ്ട്. അത് നമുക്ക് ശരിയാക്കാം. പറഞ്ഞ അടുത്ത എപ്പിസോഡിൽ നമ്മൾ അത് ശരിയാക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഇതിപ്പോഴും വില്ലേജർ സ്പോൺ ആവുന്നുള്ളതാണ്. ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ഗൈസ്. എന്തിനാണ് ഒക്കെ ഇപ്പോൾ നമ്മുടെ ഫാം വർക്കിംഗ് ആണ് നമുക്ക് മനസ്സിലായി. ഈ വീഡിയോ തന്നെ അത് കാണിക്കാൻ പറ്റി, സന്തോഷമുണ്ട്. അതുകൊണ്ട് ഗൈസ് നമ്മുടെ അയൺ അവിടെ കിടപ്പുണ്ട്. അപ്പം മിക്കവാറും ഞാൻ ഒരു 4 ഹോപ്പറുകൾ ഉണ്ടാക്കി അത് വെച്ച് കണക്ട് ചെയ്യും ഗൈസ് ആ ഹോപ്പറുമായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്താം. ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്ന സൈനിങ് ഓഫ് ഗൈസ്.